430 സംവത്സരങ്ങളിലെ അടിമത്തത്തിനു ശേഷം മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ മടക്കയാത്ര വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ ഒരുപാട് ആത്മീയ പാഠങ്ങൾക്ക് അടിസ്ഥാനമായി തീർന്നിട്ടുള്ള യാത്രയാണ്. വാസ്തവത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണല്ലോ ഇസ്രായേൽ ജനം. എന്നാൽ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികൾക്ക് രക്ഷയുണ്ടായി. അങ്ങനെയാണ് ലോകത്തിലെ സകല ജാതികൾക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ സമൂഹത്തെ ആധുനിക ഇസ്രായേൽ എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ പല കാര്യങ്ങളും നമുക്കും ബാധകമാക്കി ആത്മീയ പാഠങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണുവാൻ കഴിയും. ഉദാഹരണമായി ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാൻ ദേശത്തേക്ക് വരുന്നത് വിശ്വാസികളുടെ ഈ ലോകമാകുന്ന മഹാമരുഭൂമിയിലൂടെയുള്ള പ്രയാണവുമായി തുലനം ചെയ്താണ് നാം സാധാരണയായി ചിന്തിക്കാറുള്ളത്. അത് നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ അനവധിയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ അവർ വല്ലാതെ വിഷമിച്ചു. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ലക്ഷക്കണക്കിന് ആളുകളാണ് മരുഭൂമിയിലൂടെ നടന്നു വരുന്നത്. ഭക്ഷണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുക്കാൻ ആരംഭിച്ചു. അവർ മോശയോട് പറയുന്നത്, നിങ്ങൾ ഈ സംഘത്തെ മുഴുവൻ പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് തന്നെ ആയിരുന്നു. അത്രമാത്രം അവർ ദൈവത്തിനെതിരായി സംസാരിക്കുന്നതിനിടയായി തീർന്നു. മോശ ദൈവസന്നിധിയിൽ വീണുകിടന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായി ദൈവം അവർക്ക് കൊടുത്ത സ്വർഗീയമായ ഭോജ്യമായിരുന്നു മന്ന. എല്ലാ ദിവസവും പ്രഭാതകാലത്ത് അന്നന്നത്തേക്കുള്ള മന്ന ഓരോരുത്തരും പെറുക്കിയെടുക്കണമായിരുന്നു. അത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. ഓരോരുത്തരും പെറുക്കിയെടുക്കുന്നതിന് ഒരു കണക്കുണ്ടായിരുന്നു. അത് ഒരിടങ്ങഴിയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരിടങ്ങഴിയുടെ കണക്ക് വന്നത്? ദൈവദാസന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. അവരുടെ പിതാമഹനായ അബ്രഹാം മമ്രയുടെ തോപ്പിൽ പാർക്കുന്നതായ സമയത്ത് കൂടാരവാസിയായിരുന്നു. ഒരു ദിവസം താൻ നോക്കുമ്പോൾ 3 പുരുഷന്മാർ തനിക്കെതിരെ നിൽക്കുന്നത് കാണുകയാണ്. ആ 3 പുരുഷന്മാർ തന്നെ തേടി വന്നതാണ് എന്ന് മനസ്സിലാക്കിയ അബ്രഹാം അവരെ യഥോചിതം സൽക്കരിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്നത്. 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കി അവർക്ക് കൊടുത്തു. അതായത് ഒരാൾക്ക് 1 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി കൊടുത്തതിന് തുല്യമായിരുന്നു അത്. ആ 3 പേരിൽ 2 പേർ ദൈവദൂതന്മാരായിരുന്നുവെന്നും 3-ാമൻ യഹോവയായ ദൈവം തന്നെ ആയിരുന്നുവെന്നും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 3-ാമൻ യഹോവയായ ദൈവം തന്നെ ആയിരുന്നു എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ അബ്രഹാം ദൈവദൂതന്മാരെ അല്ലെങ്കിൽ ദൈവത്തെ യഥോചിതം സ്വീകരിച്ച് അവർക്ക് ഓരോരുത്തർക്കും 1 ഇടങ്ങഴി മാവിൻ്റെ അപ്പമുണ്ടാക്കി കൊടുത്തത് കൊണ്ടാകാം തലമുറകൾ 430 സംവത്സരം അടിമകളായി കിടന്നിട്ട് അവരുടെ സ്വന്തം നാടായ കനാൻ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് 1 ഇടങ്ങഴി മന്ന ഓരോരുത്തർക്കും പിറക്കിയെടുക്കാം എന്ന് ദൈവം അനുവദിച്ചതിൻ്റെ കാരണം എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. എന്തായിരുന്നാലും ഒരു ആത്മീയ പാഠം അവിടെ ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. നാം ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നതിനനുസരണമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കാലത്ത് നാം അനുഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ നന്മകളുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം, പിതാക്കന്മാർ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ ദൈവനാമത്തെ അത്യധികമായി സ്നേഹിക്കുകയും തങ്ങളാൽ ആവോളം ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളാണ് ഭൗമികമായ നന്മകളായി ഈ കാലങ്ങളിൽ നാം അനുഭവിക്കുന്നത് എന്നുള്ളത് നാം മറക്കരുത്. നമ്മുടെ തലമുറകളും അത് മറക്കുവാൻ പാടില്ല. ഭക്ഷണമില്ലാതെ വിശന്നു വലഞ്ഞ് വല്ലാതെ പ്രയാസപ്പെട്ട ജനത്തിന് ദൈവം മരുഭൂമിയിൽ വെച്ച് നൽകിയ മന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഭോജ്യമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് വളരെ വലിയ സന്തോഷമായി. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അവർക്കത് ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെട്ടു. തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ള ആഹാരമായി അവർക്കത് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവർ എല്ലാ ദിവസവും കാലത്ത് തന്നെ അത് പിറക്കിയെടുത്ത് ഇഷ്ടം പോലെ ഭക്ഷിച്ചു എന്നുള്ളത് തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നതായ കാര്യമാണ്. അവരുടെ കരങ്ങൾ ശൂന്യമായപ്പോൾ ദൈവം കൊടുത്തതായ സ്വർഗീയ ഭോജ്യമായിരുന്നു മന്ന. അതുകൊണ്ട് തന്നെ അവർ അതിനെ ഏറ്റവും വിശിഷ്ട ഭോജ്യമായി കണ്ടു. തേൻ കൂട്ടിയ ദോശ പോലെ രുചിപ്രദമായി അവർക്കത് അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇല്ലായ്മകളുടെ സമയത്ത് ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങളെ നാം ഏറ്റവും വിശിഷ്ടമായി കാണുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വിശേഷതയേറിയ അതിവിശിഷ്ടമായ നന്മകളും അനുഗ്രഹങ്ങളുമായി നാം കാണുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യമെടുക്കാം. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇസ്രായേൽ ജനം മന്നയെ വെറുക്കാൻ തുടങ്ങി. നോക്കണം, ഇല്ലായ്മയുടെ കാലത്ത് അതിഭയാനകമായ വിശപ്പിലൂടെ കടന്നുപോയപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം അവർക്ക് നൽകിയ വിശിഷ്ട ഭോജ്യമായ മന്നയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയുമായിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നാം കണ്ടത് തേൻ കൂട്ടിയ ദോശ പോലെ രുചിപ്രദമായിരുന്ന മന്ന ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയായി തീർന്നു? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം കണ്ടത് അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു എന്നാണ്. ആദിമകാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും ഏറ്റവും വിലയേറിയ വിശിഷ്ടമായ അനുഗ്രഹങ്ങളായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ തേൻ കൂട്ടിയ ദോശയെന്ന് വിശേഷിപ്പിച്ചിരുന്ന മന്നയ്ക്ക് ഇപ്പോൾ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതൊരു വലിയ ആത്മീയ പാഠം നമുക്ക് നൽകുകയാണ്. പഴയ കാലത്ത് ദൈവം നൽകിയ ആത്മീയമായ അനവധി നന്മകൾ കാലങ്ങൾ കഴിയുമ്പോൾ തലമുറകൾ അതിനെ ഏറ്റവും നിസ്സാരമായി കാണുന്നു. ദൈവം നൽകിയതാണെന്നുള്ള തിരിച്ചറിവ് പോലുമില്ലാതെ അതിനെ ഏറ്റവും നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്നുള്ളത് ഇതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനിയും ഈ കാര്യം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ജനം വീണ്ടും ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അവർ പറയുന്നത് എന്താണ്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. നോക്കുക, മന്നയെ സംബന്ധിച്ച് അവർ പറയുകയാണ്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്, ഞങ്ങൾക്കിത് വേണ്ട. നാം ഓർക്കണം, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന സമയത്ത് അവരുടെ കരച്ചിൽ കണ്ടുകൊണ്ട് ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് തേൻ കൂട്ടിയ ദോശ പോലെ രുചിപ്രദമായ മന്ന അവർക്ക് നൽകി. ചില നാളുകൾ കഴിയുമ്പോൾ അവർ അതിനെ വെറുക്കാൻ തുടങ്ങി. ദൈവം നൽകിയ നന്മയാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. തേൻ കൂട്ടിയ ദോശ പോലെ രുചിപ്രദമായ മന്നയെ അവർ എണ്ണ ചേർത്ത ദോശ പോലെയാക്കി മാറ്റി. വീണ്ടും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട, ഇത് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഇസ്രായേൽ ജനത്തിൻ്റെ പോക്ക്. ഒരു വലിയ ആത്മീയ പാഠം ദൈവം ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ്. ഇല്ലായ്മയുടെ കാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ തലമുറകൾ കഴിയുമ്പോൾ ഏറ്റവും നിസ്സാരമായി കാണുന്നു. ദൈവത്തെ മറന്നുള്ളതായ ഒരു പോക്ക് കാണുന്നു. എത്ര ഭയാനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഇസ്രായേലിൽ സർപ്പങ്ങളെ അയച്ചു, സർപ്പങ്ങൾ കടിച്ചു, അനവധി ആളുകൾ മരിച്ചു. ഇസ്രായേൽ പാളയങ്ങളിൽ നിന്ന് വലിയൊരു വിലാപം ഉയരുകയാണ്. ഈ ധ്യാനചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ജീവിക്കുന്നതായ ഈ തലമുറയിൽ പലയിടത്തു നിന്നും വളരെ വലിയ വിലാപങ്ങൾ ഉയരുന്നത് ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടായിരിക്കാം.
വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതായ വിലാപങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിചിന്തനം നടത്തി ദൈവം നൽകിയിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വിശിഷ്ടമായതാണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി കൊടുക്കുന്ന, മഹത്വം കരയറ്റുന്ന അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് ഒരു മടങ്ങിവരവുണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഇല്ലായ്മയുടെ കാലത്ത് അവിടുന്ന് നൽകി തന്നിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുമ്പോൾ തലമുറകൾ അതിനെ ഏറ്റവും വിശിഷ്ടമായി കാണുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഈ കാലത്തെ തലമുറകളെ നോക്കുമ്പോൾ ദൈവം നൽകിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ കരങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറയുന്ന സങ്കടകരമായ രീതിയിലേക്ക് അധപ്പതിച്ചു പോയ സമൂഹത്തെ ഞങ്ങൾ കാണുകയാണ്. കർത്താവെ, യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുവാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.